അതെല്ലാം നന്മകൾ മാത്രം പ്രവർത്തിച്ചാൽ മോക്ഷം ലഭിക്കില്ലേ? സഹോദരി മല്ലിക ടീച്ചറുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. ഏകദൈവ വിശ്വാസിയായ ഞാൻ മുസ്ലിം സ്ത്രീകളുടെ വസ്ത്രധാരണം സ്വീകരിച്ചാലേ എന്റെ ഏകദൈവ വിശ്വാസം പൂർണ്ണമാകൂ. നന്മ ചെയ്താൽ തീർച്ചയായും സ്വർഗപ്രവേശം ഉണ്ടാവില്ലേ എന്ന് ഖുർആൻ വളരെ കൃത്യമായി പറയുന്ന കാര്യം. നന്മ ചെയ്യുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശം ഉണ്ടാകും എന്ന് തന്നെയാണ്. പരിശുദ്ധ ഖുർആൻ പല തവണ ഇക്കാര്യം പറയുന്നു. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ല അല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഖുർആൻ മനുഷ്യരുടെ രക്ഷയുടെ അടിസ്ഥാനപരമായ ജീവിത വീക്ഷണത്തെക്കുറിച്ച് പറഞ്ഞത് കാലമാണ് സത്യം, മനുഷ്യരെല്ലാം നഷ്ടത്തിലാണ്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും സത്യം കൊണ്ടും ക്ഷമ കൊണ്ടും ഉപദേശിക്കുകയും ചെയ്തവരൊഴികെ. അപ്പോൾ യഥാർത്ഥത്തിലുള്ള വിശ്വാസം ഉൾക്കൊള്ളുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതോടൊപ്പം സത്യം കൊണ്ടും ക്ഷമ കൊണ്ടും പരസ്പരം ഉപദേശിക്കുകയും ചെയ്താൽ അവരാണ് രക്ഷപ്പെടുക എന്നും അവരാണ് സ്വർഗപ്രവേശത്തിൽ അർഹരാവുക എന്നും ഖുർആൻ വ്യക്തമാക്കുന്നു. അപ്പോ യഥാർത്ഥത്തിൽ എന്താണ് വിശ്വാസം? ടീച്ചർ പറഞ്ഞതുപോലെ ഏകദൈവ വിശ്വാസിയാണ് ഞാൻ. ആ ഏകദൈവ വിശ്വാസം എന്താണത്? ഈ പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവായ ഒരു ഏകദൈവമുണ്ട്. ആ വിശ്വാസം ടീച്ചർക്കുണ്ട്, നമുക്കെല്ലാവർക്കും ഉള്ളതുപോലെ. എന്നാൽ യഥാർത്ഥത്തിലുള്ള ഏകദൈവ വിശ്വാസം അവിടെയാകുമോ? ആരാണ് ഏകദൈവ വിശ്വാസി അല്ലാത്തത്? ആരർത്ഥത്തിൽ? ഇപ്പൊ ലോകത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവ സുഹൃത്തുക്കൾ അവർ വിശ്വസിക്കുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന 3 വ്യക്തിത്വങ്ങളിലായി പ്രകടിപ്പിക്കപ്പെട്ട ഏകദൈവത്തിലാണ്. അപ്പോൾ അവരും ഏകദൈവ വിശ്വാസികളാണ് അവരുടെ വീക്ഷണത്തിൽ. ഹൈന്ദവ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, അവര് വിഗ്രഹാരാധകരായ ആളുകൾ പോലും അത് വ്യാഖ്യാനിക്കാരും ന്യായീകരിക്കാറുമുള്ളത് ഈ പ്രപഞ്ചം മുഴുവനും ആസകലം നിറഞ്ഞു നിൽക്കുന്ന അദ്വൈതിയായ ദൈവം, പരബ്രഹ്മം, അവന്റെ പ്രകടനങ്ങളാണ് ഈ പ്രപഞ്ചത്തിലെ സകലതും എന്നതുകൊണ്ട് തന്നെ നമുക്കിഷ്ടമുള്ള രൂപത്തിൽ ഒരു ഇഷ്ടദേവതയിലൂടെ ഏകദൈവത്തിലെത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. വിഗ്രഹങ്ങളെ പൂജിക്കുന്നവരാണെങ്കിലും ആൾദൈവങ്ങളുടെ മുന്നിൽ ആ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്ന ആളുകളാണെങ്കിലുമല്ല. ഇവിടെയാണ് അത് ശരിയോ തെറ്റോ എന്നുള്ളത് നമ്മുടെ ചോദ്യത്തിന്റെ വിഷയമല്ല. പക്ഷെ ഇസ്ലാമികമായ വീക്ഷണത്തിൽ ഇവിടെയാണ് ആരാണ് ഏകദൈവമെന്ന് തിരിച്ചറിയണം എന്ന് ഇസ്ലാം പറയുക. കേവലമായ ഒരു ഏകദൈവ വിശ്വാസം എന്ന് പറയുമ്പോൾ അവൻ ഭൂമിയിൽ ജനിക്കുന്നവായ ആളാണോ? അതേപോലെ തന്നെ അവൻ പിതാവായിട്ടുള്ള ആരെയെങ്കിലും ജനിപ്പിച്ചയാളാണോ? വിഗ്രഹങ്ങളിലും ശവകുടീരങ്ങളിലും ആൾദൈവങ്ങളിലുമെല്ലാം ഇറങ്ങി വന്നിട്ടുള്ള ആളാണോ? ഇതെല്ലാം അടിസ്ഥാനപരമായ ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കാണാൻ വേണ്ടി ശ്രമിക്കുകയും ആ ഉത്തരം കൃത്യമായും ദൈവീക ബോധനത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അവിടെയാണ് ഇസ്ലാം പറയുക, സട്ടാവായ തമ്പുരാൻ അവനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവന്റെ തന്നെ വെളിപാടുകളുടെ അടിസ്ഥാനത്തിലാണ്. അവന്റെ വെളിപാടുകളുടെ അടിസ്ഥാനത്തിലാണ് അവനെ മനസ്സിലാക്കേണ്ടത്. അവന്റെ വെളിപാടുകളിൽ മനുഷ്യരുടെ കരവിടുതുകൾ നടന്നിട്ടില്ലാത്ത, നേരത്തെ അവിടെ സൂചിപ്പിച്ചതുപോലെ ഗ്രന്ഥം പരിശുദ്ധ ഖുർആനാണ്. ഖുർആൻ സൃഷ്ടികർത്താവിനെ പരിചയപ്പെടുത്തുന്നു വളരെ സംക്ഷിപ്തമായി, അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന രൂപത്തിൽ. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഖുർആനിലെ 112-ാമത്തെ അധ്യായം സൂറത്തുൽ ഇഖ്ലാസിലെ 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ. പറയുക കാര്യം അല്ലാഹു അഹദാണ്, ഏകനാണ് എന്നതാണ്. ആ ഏകത്വം എന്ന് പറയുമ്പോൾ, അഹദ് എന്ന് പറയുമ്പോൾ ഏകനാണ്. അവന്റെ അസ്തിത്വത്തിൽ തന്നെ രണ്ടെണ്ണമില്ലാത്ത, വിഘടിപ്പിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള അസ്തിത്വത്തിന് ഉടമസ്ഥനാണ് അവൻ. അതോടൊപ്പം തന്നെ അവൻ ജനിച്ചിട്ടില്ല, ആരും ജനിപ്പിച്ചിട്ടുമില്ല.
ആരെയും ജനിപ്പിച്ചിട്ടുമില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, യാതൊന്നുമായും താരതമ്യം ചെയ്യാൻ കഴിയാത്ത വിധത്തിലുള്ള അസ്തിത്വമുള്ളവനാണ്. പരിശുദ്ധ ഖുർആൻ ഈ 4 വചനങ്ങളിലൂടെ പടച്ചവനെ കൃത്യമായി പരിചയപ്പെടുത്തുകയാണ്. ഞാൻ സൂചിപ്പിക്കുന്നത്, ഇങ്ങനെ ഏകനായ സട്ടാവിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ അവൻ ആരാണ് എന്ന് നമ്മൾ അറിയണം. അതാണ് ഒന്നാമത്. രണ്ടാമതായി അവനെ നമ്മൾ ആരാധിക്കണം. അവനും നമ്മളും തമ്മിലുള്ള ബന്ധം, അവന് മനുഷ്യനും തമ്മിലുള്ള ബന്ധം, അവനെ മാത്രമാണ് മനുഷ്യൻ ആരാധിക്കേണ്ടത് എന്നതാണ്. അവനല്ലാത്ത മറ്റൊന്നിനെയും ആരാധിച്ചുകൂടാ. പരിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 21-22 വചനങ്ങളിലൂടെ മാനവ സമൂഹത്തെ മൊത്തത്തിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് ഖുർആൻ ക്ഷണിക്കുന്ന ഒരു തത്വമുണ്ട്. യാ അയ്യുഹന്നാസ് അബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ വസ്സമാഅ ബിനാഅൻ വഅൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും വലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. ഖുർആൻ ക്ഷണിക്കുന്നത് മനുഷ്യരെ നിങ്ങൾ ആരാധിക്കേണ്ടത് നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെയും. എങ്കിലേ ദോഷബാധയെ സൂക്ഷിച്ച് ജീവിക്കുന്ന, ജീവിതത്തെ വിമലീകരിക്കുന്ന മുത്തഖികളായി തീരാൻ നിങ്ങൾക്ക് കഴിയും. അവൻ നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ മെത്തയാക്കി തന്നവനാണ്, ഉപരിലോകത്തെ മേൽക്കൂരയാക്കിയവനാണ്, ആ ഉപരിലോകത്തിന് ആവശ്യമായ ജലഗണങ്ങളെ ഇറക്കി തന്നവനാണ്. ആ ജലഗണങ്ങൾ ഉപയോഗിച്ച് സസ്യലതാദികളെയും ഫലമൂലാദികളെയും ഉൽപ്പാദിപ്പിച്ചവനാണ്. ഞാൻ സൂചിപ്പിക്കുന്നത്, ഖുർആൻ കൃത്യമായി സൃഷ്ടാവ് മാത്രമാണ് ആരാധ്യൻ എന്ന് പറയുന്നു. സൃഷ്ടാവ് ആരാധ്യൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ മനസ്സിന്റെ തേട്ടങ്ങൾ, നമ്മുടെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ നമുക്ക് അവതരിപ്പിക്കുവാനുള്ളത് പടച്ചവന്റെ മുന്നിൽ മാത്രമാണ്. നമ്മുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും അവതരിപ്പിക്കാൻ നമ്മൾ അറിയാൻ പാടില്ലാത്ത മാർഗങ്ങളിലൂടെ നമ്മളെ സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ മനസ്സ് തുറക്കാൻ നമ്മുടെ പ്രാർത്ഥനകൾ മുഴുവനും അർഹിക്കുന്നത് പടച്ചവന് മാത്രമാണ് എന്നാണ്. അപ്പോൾ പടച്ചവൻ ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ മാത്രം പോരാ, അവനെ മാത്രം ആരാധിക്കണം, അവനോട് മാത്രം പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ അവന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കണം. സഹോദരി പറഞ്ഞല്ലോ, നന്മ ചെയ്താൽ പോരെ, നന്മ ചെയ്യണം. എന്താണ് നന്മ? അവിടെയാണ് പ്രശ്നം. എന്താണ് നന്മ, എന്താണ് തിന്മ, നമുക്ക് എങ്ങനെ മനസ്സിലാകും? എന്റെ സഹോദരി സൂചിപ്പിച്ചു, മുസ്ലിം സ്ത്രീകളെ പോലെ വസ്ത്രം ധരിക്കണമോ? വസ്ത്രധാരണത്തിന്റെ കാര്യത്തിൽ നന്മ എന്താണ്? ഇന്ന് ലോകത്ത് വസ്ത്രധാരണം വലിയ ചർച്ചയാണ്. ഇന്ത്യ രാജ്യത്ത് ഡൽഹിയിലെ കൂട്ടബലാത്സംഗത്തിന് ശേഷം ഏറെ ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ്. വസ്ത്രധാരണം, മാന്യമായി വസ്ത്രം ധരിക്കണം എല്ലാവരും പറയുന്നു. വലിയ വലിയ ആളുകൾ, മനഃശാസ്ത്രജ്ഞന്മാർ, സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ, അവരെല്ലാം തന്നെ ടെലിവിഷനിലും മറ്റുമെല്ലാം ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ അവരെല്ലാം പറയുന്നു, സ്ത്രീകളെ നിങ്ങൾ മാന്യമായി വസ്ത്രം ധരിക്കണം. ഏതാണ് ഈ മാന്യമായ വസ്ത്രം? കൃത്യമായി എന്താ മാന്യമായ വസ്ത്രം? അമേരിക്കക്കാർക്ക് മാന്യമായ വസ്ത്രം സ്യൂട്ടാണ്. എന്താ കുഴപ്പം? അമേരിക്കക്കാർക്ക് സ്വിംസ്യൂട്ടാണ് മാന്യമായ വസ്ത്രം അവൾക്ക് തോന്നുന്നു, പ്രശ്നമൊന്നും അവൾക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഓരോ സ്ഥലത്തിനും സമൂഹത്തിനും അനുസരിച്ച് മാന്യമായ വസ്ത്രം മാറുമോ? ഇവിടെയാണ് ഏതാണ് മാന്യമായ വസ്ത്രമെന്ന് പഠിപ്പിക്കേണ്ടത് ആരാ? നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ തമ്പുരാന. എന്തിനാ വസ്ത്രം ധരിക്കുന്നത്? സ്ത്രീ വസ്ത്രം ധരിക്കുന്നത് എന്തിന്? പുരുഷൻ വസ്ത്രം ധരിക്കുന്നത് എന്തിന്? രണ്ടു കൂട്ടരും നഗ്നത മറക്കുന്നതിന് വേണ്ടിയാണ് അടിസ്ഥാനപരമായി വസ്ത്രധാരണം. പക്ഷേ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പെണ്ണിന്റെ സൗന്ദര്യം പുരുഷ ശരീരത്തെ ഉത്തേജിപ്പിക്കുമെന്നും ആ ഉത്തേജനം പുരുഷനെ സ്ത്രീക്കെതിരെയുള്ള അതിക്രമങ്ങൾക്ക് പ്രേരിപ്പിക്കുമെന്നുമുള്ള വസ്തുത എല്ലാവരും അംഗീകരിക്കുന്നത്. അത് വസ്തുതാപരം, അത് പുരുഷ സ്ത്രീ ലൈംഗിക ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലുള്ളത്. അപ്പൊ അങ്ങനെയാകുമ്പോ അവിടെ പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിച്ച പടച്ചവൻ പറയണം, എന്ത്? പെണ്ണെങ്ങനെ വസ്ത്രം ധരിക്കണം, ആണെങ്ങനെ വസ്ത്രം ധരിക്കണം. അല്ലെങ്കിൽ എന്താ? ആണിന് പെണ്ണിന്റെ സവിശേഷത മനസ്സിലാവില്ല. പെണ്ണുകൊണ്ട് സൗന്ദര്യം കൊണ്ട് പുരുഷനിൽ ഉണ്ടാകുന്ന മാറ്റം പെണ്ണിന് മനസ്സിലാവില്ല. പുരുഷനാണെങ്കിലോ പെണ്ണിന്റെ സവിശേഷതകളോ പെണ്ണിന്റെ പ്രയാസങ്ങളോ പെണ്ണിന്റെ വൈകാരിക തലങ്ങളോ മനസ്സിലാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടു കൂട്ടരെയും അറിയാവുന്ന പടച്ചവൻ പഠിപ്പിക്കണം അവരെങ്ങനെ വസ്ത്രം ധരിക്കണമെന്ന്. അവിടെ നന്മ എന്താണ്? നന്മ ചെയ്ത് ജീവിക്കണം എന്ന് പറഞ്ഞല്ലോ. നന്മ എന്താണ്? നന്മ പടച്ചവൻ പറഞ്ഞതനുസരിച്ച് വസ്ത്രം ധരിക്കലാണ്.
അവിടെ പടച്ചവൻ പറഞ്ഞിട്ടുണ്ടോ? അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അവിടെ ഓരോ രംഗത്തും പടച്ച തമ്പുരാന്റെ കൃത്യമായ നിർദ്ദേശങ്ങൾ ഏത് രംഗത്താണെങ്കിലും നമുക്ക് കാണാൻ കഴിയുക പരിശുദ്ധ ഖുർആനിൽ പ്രവാചകന്റെ ജീവിതചര്യയിൽ. പരിശോധിക്കാൻ മല്ലി കെട്ടിച്ചേർക്ക്, പരിശോധിക്കാം എല്ലാ സഹോദരങ്ങൾക്കും ജീവിതത്തിന്റെ എല്ലാ രംഗത്തേക്കുമുള്ള പരിശുദ്ധ ഖുർആന്റെ നിർദ്ദേശങ്ങൾ. ഖുർആൻ തന്നെ പറഞ്ഞു, ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. ഖുർആനിലെ 17-ാമത്തെ അധ്യായം സൂറത്തുൽ ഇസ്രായിൽ 9-ാമത്തെ വചനത്തിലൂടെ ഖുർആൻ അവകാശപ്പെടുകയാണ്. എന്താ? ഈ ഖുർആൻ മനുഷ്യരെ ഏറ്റവും നല്ല, ഏറ്റവും ചൊവ്വായ, ഏറ്റവും ശരിയായ മാർഗത്തിലൂടെ വഴി നടത്തുന്നു. ഖുർആന്റെ അവകാശവാദം അതാണ്. ഏറ്റവും ശരിയായ മാർഗത്തിലൂടെ വഴി നടത്തുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. നമുക്ക് പരിശോധിക്കാം ഖുർആനിലെ മാർഗനിർദ്ദേശങ്ങൾ. നന്മ എന്ത്, തിന്മ എന്ത് എന്നുള്ള കാര്യത്തെ ഖുർആൻ പറഞ്ഞ കാര്യം. അവിടെ എന്താണ് നന്മ എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ടീച്ചറോട് ഞാൻ പറഞ്ഞല്ലോ, ആദ്യം നന്മ ചെയ്താൽ സ്വർഗത്തിൽ പോകും. പക്ഷേ എന്താ നന്മ എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ദൈവീകമെന്ന് ഉറപ്പുള്ള സ്രോതസ് ഉപയോഗിച്ചേ പറ്റൂ. കേരള സംസ്ഥാനത്തിന് ഇപ്പൊ തർക്കത്തിലാണ്. ഗവൺമെന്റും സമൂഹവും സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരുമെല്ലാം എന്താ ലോട്ടറി, എന്താ ലോട്ടറി, എന്താ ശരിയോ തെറ്റോ? ഇന്നലെ നമ്മുടെ ബീവറേജസ് കോർപ്പറേഷന്റെ മന്ത്രിയുടെ ഫോട്ടോ വെച്ചുകൊണ്ടുള്ള പരസ്യത്തിൽ നമ്മുടെ കേരള സർക്കാർ പറഞ്ഞു വന്നത് ഇവിടുത്തെ മദ്യപാന്മാരുടെ മദ്യ ഉപഭോഗം കുറക്കുന്നതിന് സർക്കാരിന് കഴിഞ്ഞു എന്നാണ്. അവകാശവാദങ്ങളാണ്. അതിന്റെ ശരി തെറ്റുകളോ സർക്കാരിന്റെ വിമർശനങ്ങളോ ഒന്നുമല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. അവിടെ സർക്കാരിനടക്കം, അത് കൊണ്ടു നടക്കുന്ന ഡിപ്പാർട്ട്മെന്റിനടക്കം ഇതൊരു തിന്മയാണ്, ശരിയല്ല എന്ന് ബോധ്യം. പക്ഷെ അത് കൊണ്ടു നടക്കാൻ നിർബന്ധിതം. എന്താ ലോട്ടറിയെ കുറിച്ചുള്ളത്? ലോട്ടറി ശരിയോ തെറ്റോ? ഒറ്റക്ക ലോട്ടറി ആണെങ്കിൽ തെറ്റ്, ഗവൺമെന്റ് നടത്തുകയാണെങ്കിൽ ശരി, പ്രൈവറ്റ് ആണെങ്കിൽ തെറ്റ്. ഇതെല്ലാമാണ് സർക്കാരും സർക്കാരേതരമായ ഏജൻസികളും തമ്മിൽ തർക്കിക്കുന്നത്. അവിടെ എവിടെ കൃത്യമായി ഏത് ശരി എന്ന് മനസ്സിലാക്കാൻ എന്താ മാർഗം? സർക്കാർ പറയും എന്താ, ആളുകൾ 100 രൂപ കൊടുത്താലും അത് ഒരുപാട് ആളുകൾക്ക് ജോലി ലഭിക്കുന്നു, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് പണിയാകുന്നു, അതുകൊണ്ട് തന്നെ അത് ശരി. എന്നാൽ സാമ്പത്തിക രംഗത്തെ വിദഗ്ധന്മാർ പറയും പാവപ്പെട്ടവരുടെ കീശയെ മാത്രമല്ല ആശയെയും ഒരേപോലെ ചൂഷണം ചെയ്യുന്ന നികൃഷ്ടമായ ഒരു ചൂഷണ ഏർപ്പാടാണ് ലോട്ടറി, അതുകൊണ്ട് അത് തെറ്റ്. ഏത് ശരി? ന്യായങ്ങൾ രണ്ടുപേർക്കും. അവിടെയാണ് കൃത്യമായ മാർഗനിർദ്ദേശം പ്രസക്തമാകുന്നത്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലക്കും തുഫ്ലിഹൂൻ. ഖുർആൻ പറയും, നിങ്ങൾ മദ്യമാകട്ടെ, ലോട്ടറിയാകട്ടെ, പ്രശ്നം വെച്ച് നോക്കലാകട്ടെ, അമ്പുപയോഗിച്ചുള്ള ഭാഗ്യപരീക്ഷണമാകട്ടെ, എല്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ, പിശാചിന്റെ പ്രവർത്തനങ്ങളിൽ മ്ലേച്ഛമായ പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാം. അവിടെ കൃത്യമായ മാർഗനിർദ്ദേശം. അതാ നന്മ ചെയ്യണം, തിന്മയിൽ നിന്നകലണം. പക്ഷെ എന്താ നന്മ? അവിടെയാണ് പ്രശ്നം. നമുക്കറിയാലോ, മല്ലിക ടീച്ചർക്കറിയാലോ, ലോകത്തുള്ള നല്ലൊരു വിഭാഗം സ്ത്രീകൾ നന്മയാണെന്ന് കരുതി അവരുടെ സ്ത്രീത്വത്തിന്റെ അർത്ഥത്തെ തന്നെ പൂർണ്ണതയിലേക്ക് വിടാതെ അവർ കന്യകാത്വം സ്വീകരിക്കുന്നു. ഞാൻ ഒരു മതവിഭാഗത്തെയും വിമർശിക്കല്ല. പക്ഷേ നമുക്കറിയാം, കന്യകാത്വം എന്നത് സ്ത്രീത്വത്തെ സംബന്ധിച്ചിടത്തോളം സ്ത്രീത്വത്തിന്റെ പൂർണ്ണത എന്നത് മാതാവാകുമ്പോഴാണ്. അവളുടെ ശരീരം കാക്ഷിക്കുന്നതാണ്, അവളുടെ മനസ്സ് കാക്ഷിക്കുന്നതാണ്. പുരുഷനെ പോലെ അല്ല പെൺ ശരീരം എന്നുള്ളത്. ഞാൻ സൂചിപ്പിക്കുന്നത് അതിനെപ്പോലും തടഞ്ഞു വെച്ച് വൈവാഹിക കുടുംബ ലൈംഗിക ജീവിതത്തെ മാത്രമല്ല, മാതാവാകുവാനുള്ള പെണ്ണിന്റെ ശരീരത്തിന്റെ, മനസ്സിന്റെ, വികാരത്തിന്റെ, തലച്ചോറിന്റെ അവകാശത്തെ പോലും തടഞ്ഞു വെച്ച് സ്വയം തന്നെ കന്യകാത്വം സ്വീകരിക്കുന്ന ആളുകൾ വിചാരിക്കുന്ന നന്മയാണെന്നാണ്. പ്രകൃതിയുടെ വീക്ഷണത്തിൽ അത് ശരിയാണോ? അതേപോലെ തന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ട ഭാഗധേയത്തെ കുറിച്ചുള്ള വീക്ഷണത്തിൽ ശരിയാണോ? അവിടെയെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഉണ്ടാകും. അവിടെ വളരെ കൃത്യമായി പരിശുദ്ധ ഖുർആൻ പ്രവാചകന്റെ വചനങ്ങൾ നമുക്ക് പറഞ്ഞു തരും. ഇല്ല, ബ്രഹ്മചര്യം ഒരർത്ഥത്തിലും ഒരവസ്ഥയിലും
ബ്രഹ്മചര്യം ഒരു കർമ്മമായി സ്വീകരിക്കുന്നത് അനുവദനീയമല്ല. ഞാൻ പറയുന്നത്, ഞാൻ സൂചിപ്പിക്കുന്നത് നന്മ തിന്മ എന്നുള്ള കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത് വളരെ കൃത്യമായ ദൈവിക മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചത് ഇതാണ്: ഒരാൾ സൃഷ്ടാവിനെ മനസ്സിലാക്കുകയും അവനെ മാത്രം ആരാധിക്കുകയും അവന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ സ്വർഗലോകത്തിൽ പോകും. അവന്റെ നിയമനിർദ്ദേശങ്ങൾ നിയമനിർദ്ദേശങ്ങൾ മനസ്സിലാക്കാൻ, സൃഷ്ടാവിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കുവാൻ എല്ലാം ദൈവികമായ പ്രമാണങ്ങളെ നമ്മൾ സ്വീകരിക്കുവാൻ മാത്രമേ നിർവാഹമുള്ളൂ. ആ ദൈവികമെന്നുറപ്പുള്ള മനുഷ്യരുടെ കൈകടത്തലുകൾ നടന്നിട്ടില്ലാത്ത പ്രമാണം പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ് എന്ന് മനസ്സിലാക്കണം എന്നാണ് ചുരുക്കത്തിൽ സൂചിപ്പിക്കാറുള്ളത്. അസ്സലാമു അലൈക്കും. എന്റെ പേര് അക്ബർ. പുറത്തൂര് എടക്കനാട് എന്ന പ്രദേശമാണ് എന്റെ നാട്. എന്റെ ചോദ്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ വാഗ്ദാനങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് ഇക്കാലത്ത് വാഗ്ദത്ത മസീഹും മഹദിയും കാലത്തിന്റെ ഇമാമുമായി എന്നെ അള്ളാഹു നിയോഗിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ എന്നെ അള്ളാഹു അയച്ചിരിക്കുന്നു എന്ന വാദത്തോടുകൂടി 1891 മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി എന്ന വ്യക്തി കടന്നു വരികയുണ്ടായി. അദ്ദേഹത്തെ ആ വേഷം കെട്ടിക്കാൻ കാരണമായ ഇമാം മഹദി അല്ലെങ്കിൽ മഹദി ഇമാം എന്ന ആ കഥാപാത്രം യഥാർത്ഥത്തിൽ ഇസ്ലാമികമാണോ അതല്ലെങ്കിൽ അതൊരു ദുർബല കഥയാണോ എന്നും ക്രിസ്ത്യൻ സമൂഹത്തെ ഒന്നടങ്കം ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബി അലൈഹിസ്സലാമിനെ സാക്ഷി നിർത്തിക്കൊണ്ട് വിചാരണ ചെയ്യുന്ന ഒരു രംഗത്തെക്കുറിച്ച് സൂറത്ത് മാഇദ 116, 117 ആയത്തുകളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. അവിടെ ഈസാ നബി അലൈഹിസ്സലാം, ഞാൻ അവർക്കിടയിൽ ഉണ്ടായിരുന്നപ്പോഴൊക്കെ എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച ഏക ദൈവമായ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുക എന്ന് മാത്രമേ ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളൂ എന്നും, പിന്നീട് എന്നെ നീ മേൽപോട്ട് ഉയർത്തപ്പെട്ടപ്പോൾ എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് പിന്നീട് എന്നെ നീ മരിപ്പിച്ചപ്പോൾ എന്ന് അഹമ്മദിയ ജമാഅത്തിന്റെ വക്താക്കൾ ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ട് എന്നും, അതിനാൽ ഈസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മേൽപോട്ട് ഉയർത്തപ്പെട്ടു എന്ന് പറഞ്ഞ ആ കാര്യത്തെക്കുറിച്ചും, ഈസാ നബി അലൈഹിസ്സലാം അവസാന കാലഘട്ടത്തിൽ മനുഷ്യർക്കിടയിൽ ഇറങ്ങി വരും എന്ന് പറഞ്ഞ ആ കാര്യത്തെക്കുറിച്ചും, പിന്നെ മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനിയെ വേഷം കെട്ടിക്കാൻ കാരണമായ മഹദി ഇമാം അല്ലെങ്കിൽ ഇമാം മഹദി എന്ന ആ കഥാപാത്രം യഥാർത്ഥത്തിൽ ഇസ്ലാമികമാണോ അതല്ല അത് ഒരു ദുർബല കഥയാണോ എന്ന് വളരെ വ്യക്തമായി കൊണ്ട് അക്ബർ സാഹിബ് വിശദീകരിച്ചു തരണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. പഠിക്കാൻ വേണ്ടി മാത്രമാണ്. സുഹൃത്തിന്റെ ചോദ്യം, ഇമാം മഹദിയുടെ കഥ യഥാർത്ഥമാണോ? അഹമ്മദിയാക്കൾ പലപ്പോഴും ദുർവ്യാഖ്യാനിക്കാറുള്ള, അവർ കൊണ്ടുവരുന്ന പ്രവാചകൻ മിർസ ഗുലാം പ്രവാചകനാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പറയാറുള്ളത് കഥ മാത്രമാണോ? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ രണ്ടാം പ്രാവശ്യം വരും എന്ന് പറയുന്നതിന്റെ അടിത്തറ എന്താണ് എന്നെല്ലാമാണ് ചോദ്യം. വിഷയവുമായി നേരിട്ട് ബന്ധമില്ലെങ്കിലും ചോദ്യത്തെ വളരെ സംക്ഷിപ്തമായി ഞാൻ ഉത്തരം പറയാറ്. ഒന്നാമതായി, മഹദിയുമായി ബന്ധപ്പെട്ട ഹദീസുകൾ, ചില ഹദീസുകൾ വളരെ ദുർബലമാണ്, എന്നാൽ സ്വഹീഹായ സനദോടുകൂടി നിവേദനം ചെയ്യപ്പെട്ട മഹദി വരും എന്ന് വ്യക്തമാക്കുന്ന ഹദീസുകളുണ്ട്. അതുകൊണ്ട് തന്നെ മഹദിയെക്കുറിച്ചുള്ള സങ്കല്പം അടിസ്ഥാനരഹിതമല്ല. എന്നാൽ ആ മഹദിയുമായി ബന്ധപ്പെട്ട് പറയുന്ന കഥകളിൽ പലതും അടിസ്ഥാനരഹിതമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ കാര്യത്തിൽ. രണ്ടാമതായി, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ പുനരാഗമനം അത് ഹദീസുകളാൽ, സ്വഹീഹായ ഹദീസുകളാൽ സ്ഥിരപ്പെടുത്തപ്പെട്ടതാണ്. പരിശുദ്ധ ഖുർആൻ സൂചനകൾ നൽകുന്ന കാര്യവുമാണ്. ആ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം രണ്ടാമത് കടന്നു വരുന്നത് ഉണ്ടാവുകയില്ല എന്നതിന് പരിശുദ്ധ ഖുർആനിൽ നിന്ന് തെളിവ് കണ്ടെത്തുവാൻ വേണ്ടി ശ്രമിക്കുന്ന അഹമ്മദിയാക്കൾ ഉന്നയിക്കുന്നതാണ് സൂറത്ത് അൻആമിലെ സുഹൃത്ത് സൂചിപ്പിച്ച ആയത്തുകൾ. ഈ ആയത്തുകളിൽ യഥാർത്ഥത്തിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ തന്നെയല്ലാതെ ആരാധിക്കുവാൻ വേണ്ടി, തന്നെയും മാതാവിനെയും ആരാധിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നുവോ എന്ന അല്ലാഹുവിന്റെ ചോദ്യത്തിന്
നാഥ, നീ എന്നോട് കൽപ്പിച്ചതല്ലാതെ ഞാൻ അവരോട് ആവശ്യപ്പെട്ടിട്ടില്ല. അതിന് അവരുടെ അടുക്കൽ ഉണ്ടായിരുന്നപ്പോഴെല്ലാം നീ സാക്ഷിയാണ്. നീ എന്നെ ഉയർത്തിയതിനു ശേഷം നീ തന്നെയാണ് സാക്ഷി എന്ന് പറയുന്നുണ്ട്. അവിടെ നീ തന്നെയാണ് സാക്ഷി എന്ന് പറയുന്നതിൽ നിന്ന് അഹ്മദിയാക്കൾ പലപ്പോഴും അതിൽ നിന്ന് ഇങ്ങനെ നിർവചിച്ചുണ്ടാക്കാറുള്ളത്, നീ തന്നെയാണ് സാക്ഷി എന്ന് പറയുമ്പോ അത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അറിഞ്ഞിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല എന്നല്ലേ. അതുകൊണ്ട് തന്നെ പിന്നീട് വരികയാണെങ്കിൽ അദ്ദേഹം അറിയുമല്ലോ, അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞത് ശരിയല്ലോ എന്നെല്ലാമാണ് യഥാർത്ഥത്തിൽ ആയത്തുകളിൽ നിന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അറിഞ്ഞിട്ടില്ല എന്ന ആയത്തുകളിൽ പറയുന്നില്ല. പടച്ചവനാണ്. ഈസാ നബി അദ്ദേഹത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങളുമായി അദ്ദേഹത്തിന്റെ സമൂഹത്തിൽ നിലനിന്നിരുന്ന സമയത്ത് അദ്ദേഹം അവർക്ക് സാക്ഷ്യം വഹിച്ചയാളായിരുന്നു. അവർ ചെയ്തത് എന്തൊക്കെയാണ് എന്ന് അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അവർ അദ്ദേഹത്തിന് പഠിപ്പിച്ച പാഠങ്ങളിൽ നിന്ന് പുറത്തു പോയിട്ടില്ല എന്നതിന് അദ്ദേഹം തന്നെ സാക്ഷിയായിരുന്നു. എന്നാൽ അദ്ദേഹത്തെ ഉയർത്തിയതിനു ശേഷം അള്ളാഹുവാണ് എല്ലാ കാര്യങ്ങളും അറിയുന്നവൻ. അതിനർത്ഥം അദ്ദേഹം തിരിച്ചു വന്നതിന് ശേഷം അവരിലുണ്ടായ എന്തെങ്കിലും അറിഞ്ഞിട്ടില്ല എന്നല്ല. അതുകൊണ്ട് തന്നെ ഈ ആയത്ത് അവരുടെ ഉദ്ദേശത്തിന് ഉപയുക്തമല്ല എന്ന് മനസ്സിലാക്കുക. ചുരുക്കത്തിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രണ്ടാം വരവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ സ്വഹീഹാണ്. അതുകൊണ്ട് തന്നെ അത് വസ്തുതയാണ്, അത് വരിക തന്നെ ചെയ്യും. ആയത്തുകളെ കൊണ്ടും സൂചനകളുണ്ട് ആയത്തുകളിൽ എന്ന് മനസ്സിലാക്കുക. വിഷയം അതല്ല. ഇതുമായി അനുബന്ധമായ വിഷയങ്ങളിലേക്ക് പോകാതെ നമ്മുടെ അടിസ്ഥാന വിഷയങ്ങളിലേക്ക് കടന്നു വരണം എന്ന് അഭ്യർത്ഥിക്കും. അസ്സലാമു അലൈക്കും. എന്റെ പേര് സലീം. ഞാൻ എടപ്പാളിൽ നിന്ന് വരുന്നത്. വിഷയവുമായിട്ട് ബന്ധപ്പെട്ടല്ലെങ്കിലും ഒരുപാട് കാലമായിട്ട് മനസ്സിലുണ്ടാവുന്ന ഒരു സംശയമാണ്. ഒരുപാട് പണ്ഡിതന്മാരോട് ചോദിച്ചപ്പോൾ പല ഭിന്ന അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇപ്പോഴ സീസണാണ്. കാരണം നേർച്ച, പൂരം, നബിദിനം അങ്ങനെ മുതലായ ഒരു പ്രസരിപ്പനുള്ളതാണ്. വീട്ടിലും വാഹനത്തിലും തടഞ്ഞു വെച്ചിട്ടും പിരിവ് കണ്ടമാനം നടക്കാറുമുണ്ട്. അപ്പൊ ഈ പിരിവ് സമീപിക്കുന്ന ആളുകൾ ഒരു വിഭാഗം പറയും കൊടുക്കരുത്, അത് നമ്മൾ ശരിക്കും വിധേയത്തിനെയും ഷിർക്കിനെയും പ്രോത്സാഹിപ്പിക്കലാവുന്നു. ഒരു വിഭാഗം പറയുന്നു കൊടുക്കണം, ഇല്ലെങ്കിൽ അവർക്ക് അതൊരു വിദ്വേഷവും ദേഷ്യവും ഉണ്ടാവുന്നുള്ള. MM അക്ബർ സാഹിബ് ഇതൊരു ഇസ്ലാമിക വീക്ഷണത്തിൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഒന്ന് പറഞ്ഞു തന്നാൽ വളരെ നന്നായിരുന്നു. ഇവിടെ ഏത് കാര്യമാണെങ്കിലും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന തിന്മകളോട് അല്ലെങ്കിൽ വിദ്അത്തുകളോട് അല്ലാഹുവോ റസൂലോ പഠിപ്പിച്ചിട്ടില്ലാത്ത ആഘോഷങ്ങളോട് എല്ലാം നമ്മൾ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നാണ് എന്റെ സുഹൃത്തിന്റെ ചോദ്യം. നമ്മുടെ നിലപാട് അല്ലാഹുവും റസൂലും പഠിപ്പിച്ച നിലപാടായിരിക്കണം. ഒന്നാമതായി ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ സ്രഷ്ടാവായ അല്ലാഹുവിൽ വിശ്വസിക്കുന്നു. ആ പടച്ച തമ്പുരാൻ പഠിപ്പിച്ചതനുസരിച്ച് ജീവിക്കണം എന്ന് അവൻ വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ പടച്ച തമ്പുരാൻ എങ്ങനെ മനുഷ്യർ ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടി നിയോഗിച്ചയച്ച ആളുകളാണ് പ്രവാചകന്മാർ എന്ന് അവൻ മനസ്സിലാക്കുന്നു. ആ പ്രവാചകന്മാരിൽ അന്തിമനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നും അവൻ മനസ്സിലാക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 വർഷക്കാലഘട്ടത്തിലെ പ്രവാചക ജീവിതത്തിലൂടെ അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നത് പടച്ചവൻ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നുവോ അതിന്റെ നേർചിത്രമാണ് എന്നാണ് മുസ്ലിമിന്റെ വിശ്വാസം. അതാണ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് നമ്മൾ പറയുമ്പോൾ യഥാർത്ഥത്തിൽ അർത്ഥമാക്കുന്നത്. പ്രവാചകനെ മുഹമ്മദ് നബിയെ റസൂലായി നമ്മൾ അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് അള്ളാഹുവിന്റെ കൽപ്പന നമുക്ക് എത്തിച്ചു തരാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. അപ്പോ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ചര്യയും എന്താണോ ഇക്കാര്യത്തിൽ പഠിപ്പിച്ചിട്ടുള്ളത് അതാണ് നമുക്കെല്ലാം പറയാനുള്ളത്. അതല്ലാതെ ആരുടെയെങ്കിലും വ്യക്തിപരമായ അഭിപ്രായങ്ങൾക്ക് എന്റേതാണെങ്കിലും ആരുടേതാണെങ്കിലും അതിൽ യാതൊരു പ്രാധാന്യവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അവിടെ എന്താണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്? രണ്ടേ ആഘോഷങ്ങളാണ്. അത് ഈദുൽ ഫിത്തറും ഈദുൽ അദ്ഹയും. ഈ രണ്ടാഘോഷങ്ങളല്ലാത്ത ഒരു ആഘോഷം, ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ലാത്തൊരാഘോഷം മതത്തിന്റെ പേരിൽ ചെയ്യുമ്പോ തീർച്ചയായും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മതത്തിന് പുറത്തായി. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം ആഘോഷങ്ങൾ കൊണ്ടാടുന്ന ആളുകൾ അതിന് എന്ത് ന്യായീകരണം പറഞ്ഞാലും അത് മുസ്ലിമിന്റെ മുന്നിലുള്ള ചോദ്യം, പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു അതിനെ കൽപ്പിച്ചിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മതം പഠിച്ച സ്വഹാബിമാർ ആ കാര്യം നിർവഹിച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യം.
ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇല്ല 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 എന്നാണെങ്കിൽ അത് ഏത് സമൂഹം ഏത് രൂപത്തിൽ വിചാരിച്ചാലും ഉന്നയിച്ചാലും എല്ലാം അത് തീർച്ചയായും ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ ശരിയല്ലാത്തതല്ല. അത് പലപ്പോഴും സാമൂഹ്യ വിരുദ്ധമായി തീരാറുണ്ട്. എന്റെ സുഹൃത്ത് തന്നെ സൂചിപ്പിച്ചതുപോലെ സാമൂഹ്യ വിരുദ്ധമായി തീരാറുണ്ട്. എങ്ങനെയാണ് സാമൂഹ്യ വിരുദ്ധമാവുക? ഇവിടെ സൂചിപ്പിച്ചു, വഴി തടഞ്ഞും ആളുകളെ പ്രയാസപ്പെടുത്തിയും. ഞാനിവിടെ വെളിയങ്കോട് നിൽക്കുമ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വളരെ പെട്ടെന്ന് കോഴിക്കോട് എത്തേണ്ട ഒരു ആവശ്യത്തിന് വേണ്ടി എറണാകുളത്ത് നിന്ന് യാത്ര പുറപ്പെട്ട എനിക്ക് സംഭവിച്ച ഒരു അബദ്ധം കൂടി ഞാൻ ഓർത്തു പോവാണ്. കാരണം വെളിയങ്കോട് കൂടി വന്ന് പോകാൻ പാടില്ല എന്നുള്ള വിവരം എനിക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ കൂടെ കടന്നു പോയപ്പോ ഇവിടെ മണിക്കൂറുകളോളം വ്യക്തിപരമായ ഒരു അനുഭവം ഞാൻ പറയുന്നത് ആ അനുഭവത്തിന് പ്രസക്തിയുള്ളത് കൊണ്ടല്ല, മറിച്ച് ഇസ്ലാം ഒരിക്കലും അങ്ങനെ ആവില്ല. ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു കർമ്മം ഒരാളെയും പ്രയാസപ്പെടുത്തുന്നതാവില്ല. ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു ജീവിത മാർഗം ആളുകൾക്ക് പ്രയാസമുണ്ടാക്കുന്നതല്ല, മറിച്ച് ആളുകൾക്ക് നന്മ നൽകുന്നതാകും. അത് തിന്മകളിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നതാവില്ല. എന്ന റൂട്ടിൽ കണ്ട കാര്യങ്ങളൊന്നും ഞാൻ ഇവിടെ പറയാൻ ഇഷ്ടപ്പെടുന്നില്ല, കാരണം ഇതേപോലെ ഒരു വേദിയിൽ പറയേണ്ട കാര്യമില്ല. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത്, ഇസ്ലാം പഠിപ്പിക്കാത്ത ആചാരങ്ങൾ കടന്നു വരുമ്പോ അതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന അപകടങ്ങളാണ് എന്റെ സുഹൃത്ത് ഇവിടെ സൂചിപ്പിച്ചത്. ഇത്തരം കാര്യങ്ങളുമായി സഹകരിക്കാതിരിക്കുക, അത് ഇസ്ലാമിന്റെ പേരിലുള്ളതാണെങ്കിലും അതല്ലാത്ത പേരിലാണെങ്കിലും ശിർക്കുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സൃഷ്ടാവല്ലാത്ത സൃഷ്ടാവായ തമ്പുരാനെ ആരാധിക്കുന്നതിന് പകരം സൃഷ്ടിപൂജയുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ അതാര് ചെയ്താലും ആ ആചാരങ്ങൾ അത് ചെയ്യുന്നവർ ചെയ്യുന്നതിനെ നമ്മൾ നിരോധിക്കണമെന്നല്ല, മറിച്ച് ആചാരങ്ങളുമായി മുസ്ലിമിനെ സഹകരിക്കാൻ നിർവാഹമില്ല. അത് ഒരർത്ഥത്തിലുമില്ല. എന്തുകൊണ്ടെന്നാൽ മുസ്ലിമിന്റെ അടിസ്ഥാനപരമായ ജീവിത വീക്ഷണം സൃഷ്ടാവ് മാത്രമാണ് ആരാധ്യൻ എന്നുള്ള തത്വമാണ്. അവനെ മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന തത്വമാണ്. ഈ സൃഷ്ടാവ് മാത്രം ആരാധ്യനായിട്ടുള്ള ആരാധ്യനുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം സൃഷ്ടിപൂജയിൽ അധിഷ്ഠിതമായ ഒരാചാരവുമായും സഹകരിച്ചുകൂടാ. ഇത് അവന്റെ വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. അതിനർത്ഥം അത്തരം ആചാരങ്ങൾക്കെതിരെ നിലകൊള്ളണമെന്നല്ല. അയാൾ തീർച്ചയായും അത്തരം ആചാരങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് അത് കൊണ്ടാടാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് തടയാൻ ഒരാൾക്കും അവകാശവുമില്ല. എന്നാൽ ഒരു മുസ്ലിം അവൻ സൃഷ്ടിപൂജയുമായി ബന്ധപ്പെട്ട ആചാരങ്ങളോട് സഹകരിച്ചുകൂടാ. അത് യഥാർത്ഥ സാമ്പത്തികമാണെങ്കിലും അതല്ലാത്ത രൂപത്തിലാണെങ്കിലും എന്നാണ് അക്കാര്യത്തിൽ ഉള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്റെ പേര് സതീഷ് എന്നാണ്. എനിക്ക് ചോദിക്കാനുള്ളത് മൃഗബലിയെ കുറിച്ചാണ്. ഹിന്ദു മതത്തിൽ ആളുകളുടെ രൂപം കൊത്തിവെച്ച് വിഗ്രഹത്തിന്റെ മുന്നിൽ മൃഗത്തെ അറുത്തതിന്റെ രക്തം ഒഴിച്ചുകൊണ്ട് ദൈവം എന്ന് സങ്കല്പിച്ച് അത് സ്വീകരിക്കുവാൻ അപേക്ഷിക്കുകയാണ്. അങ്ങനെയാണ് ഹിന്ദു മതം ചെയ്യുന്നത്. അത് തെറ്റാണ് എന്ന് എനിക്കറിയാം. ഞാൻ അതിനെ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്. ഇതേ രീതി തന്നെയാണോ, ഇത് തന്നെയാണോ ഉദ്ദേശം ഇസ്ലാമിലെ മൃഗബലി എന്നതുകൊണ്ട്? ഈശ്വരന് ഒരു മൃഗത്തിനെ കൊന്നുകൊണ്ട് സമർപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? അത് എങ്ങനെയാണെന്ന് വിശദീകരിച്ചു. ഹിന്ദുമതത്തിൽ വിഗ്രഹത്തിന് മുന്നിൽ മൃഗത്തെ ബലിയർപ്പിച്ച് രക്ത അഭിഷേകം ചെയ്യുന്നത് പോലെയാണോ ഇസ്ലാമിലെ മൃഗബലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതെന്താണ് ഉദ്ദേശം എന്നാണ് ചോദ്യം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. നിങ്ങൾ ബലിയെറുക്കുന്ന മൃഗത്തിന്റെ രക്തമോ മാംസമോ അല്ല, നിങ്ങളുടെ മനസ്സിന്റെ സമർപ്പണമാണ്, തഖ്വയാണ് അല്ലാഹുവിലെത്തുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മൃഗബലി യഥാർത്ഥത്തിൽ സമർപ്പണത്തിന്റെ പ്രകടനമാണ്. ഒപ്പം തന്നെ പാവപ്പെട്ടവന് ഭക്ഷണം നൽകുന്നതിന് വേണ്ടിയുള്ള സംവിധാനത്തിന്റെ ഭാഗം. മൃഗം എന്ന് പറയുമ്പോൾ ഏത് ജീവജാലങ്ങളാണെങ്കിലും ഭൂമിയിലെ മനുഷ്യൻ എന്നുള്ള കേന്ദ്ര കഥാപാത്രത്തിന് നേർക്കുനേരെയോ അല്ലാതെയോ ഉപഭോഗിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് പടച്ച തമ്പുരാൻ തന്നെ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്. സസ്യബുക്കുകൾ, മാംസബുക്കുകൾ, മിശ്രബുക്കുകൾ, ഇങ്ങനെയുള്ള ഒരു ചക്രം, ഒരു ഭക്ഷണ ചക്രം. അത് നമ്മൾ പറയുക സസ്യങ്ങൾ ഉൽപാദകരാണ്. ആ ഉൽപാദകരിൽ നിന്ന്
ഊർജം സസ്യ ബുക്കുകൾ സ്വീകരിക്കുന്നു, സസ്യ ബുക്കുകളിൽ നിന്ന് മാംസ ബുക്കുകൾ സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ മിശ്ര ബുക്കുകൾ സ്വീകരിക്കുന്നു. ഇതാണ് അങ്ങനെ ആ മിശ്ര ബുക്കുകളും മാംസ ബുക്കുകളും സസ്യങ്ങളുമെല്ലാം ചത്ത് മണ്ണടിയുമ്പോ മണ്ണിൽ വിഘാടകർ അതിനെ വിഘടിപ്പിച്ച് വീണ്ടും സസ്യങ്ങൾക്ക് അത് വളമായി മാറുന്നു. അത് വീണ്ടും ഇങ്ങനെ വരുന്നു. അതിന്റെ ചക്രം അതാണ്. ഈ ചക്രം പടച്ചവൻ ഇവിടെ നിശ്ചയിച്ചത്. മനുഷ്യൻ ആ ചക്രത്തിൽ എവിടെയാണ് നിൽക്കുക? നമുക്ക് മനുഷ്യന്റെ ശരീരഘടന പരിശോധിച്ചാൽ, മനുഷ്യന്റെ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീനുകളും വൈറ്റമിൻസും എല്ലാം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും മനുഷ്യൻ മിശ്രബുക്ക. ആ മിശ്രബുക്ക് എന്നുള്ള നിലക്ക് മനുഷ്യന് ആവശ്യമായത് തന്നെയാണ് മാംസ ആഹാരമെന്ന്. ആ മാംസാഹാരത്തിന്റെ കാര്യത്തിൽ ഞാൻ സൂചിപ്പിച്ചത് പാവപ്പെട്ടവർക്ക് ഭക്ഷണമായി തീരുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ ബലിയുടെ പ്രധാനപ്പെട്ട സംഭവം അത് സമർപ്പണത്തിന്റെ പ്രകടനമാണ്, പ്രതീകാത്മകമായത് എന്ന്. അത് ഇസ്ലാമിലെ മൃഗബലി നടക്കുക ബലി പെരുന്നാളിനോടനുബന്ധിച്ചാണ്. നിങ്ങൾക്കറിയാം, ബലി പെരുന്നാൾ എന്നത് ഒരു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സ്മരണ ഉൾക്കൊള്ളുന്ന ഒരു കർമ്മമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ജീവിച്ച ഒരു പ്രവാചകൻ. അദ്ദേഹത്തിന്റെ വാർദ്ധക്യത്തിൽ അദ്ദേഹത്തിനൊരു മകൻ ഉണ്ടാകുന്നു. ആ മകൻ വലുതാകുമ്പോൾ ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നു. ആ പരീക്ഷണങ്ങളിൽ ഒരെണ്ണമായി ആ മകൻ ഒരൽപ്പം പിതാവിനെ സഹായിക്കണം എന്നുള്ളൊരു തലം എത്തുന്ന സന്ദർഭത്തിൽ, സഹായിക്കാനുള്ള ഒരു പ്രായം എത്തുന്ന സന്ദർഭത്തിൽ പടച്ച തമ്പുരാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പരീക്ഷിക്കുന്നു. ആ പരീക്ഷണം എന്താണ്? നീ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന നിന്റെ മകനെ നീ പടച്ച തമ്പുരാന്റെ പ്രീതിക്ക് വേണ്ടി ബലിയർപ്പിക്കേണ്ടതുണ്ട്. പടച്ചവന്റെ കൽപ്പനയാണ്. ഈ കൽപ്പന പടച്ചവന്റെ പ്രീതി, ഇതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം എന്ന് പറഞ്ഞാൽ തന്നെ ഇവിടെ നേരത്തെ വിഷയാവതരണത്തിൽ സൂചിപ്പിച്ചു, മുസ്ലിം എന്ന് പറഞ്ഞാൽ പടച്ചവന്റെ നിയമനിർദ്ദേശങ്ങളെ അതേപോലെ അനുധാവനം ചെയ്യുന്നവൻ എന്നാണ് അർത്ഥം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമർപ്പണം, മുസ്ലിം എന്ന് പറഞ്ഞാൽ സമർപ്പിച്ചവൻ. പടച്ചവൻ എന്ത് പറഞ്ഞോ അത് അതേപോലെ പിൻപറ്റുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഏത് കാര്യമാണെങ്കിലും, എന്റെ ഇച്ഛയാണെങ്കിലും എന്റെ ഇഷ്ടമാണെങ്കിലും എന്റെ അഭിപ്രായമാണെങ്കിലും എന്റെ യുക്തിയാണെങ്കിലും എന്റെ ബുദ്ധിയാണെങ്കിലും അല്ല, പടച്ചവന്റെ തീരുമാനത്തിന് വിധേയമായി അവന്റെ മുന്നിൽ സമർപ്പിക്കുക. അവൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അത് അതേപോലെ സ്വീകരിക്കുക, എനിക്കിഷ്ടമാണെങ്കിലും അല്ലെങ്കിലും. ഇതാണ് ഒരു മുസ്ലിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോ മുസ്ലിമിന്റെ ഒരു പൂർണ്ണത, അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ നമ്മൾ കാണുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അവസാനം ആ പൂർണ്ണത എന്നുള്ള നിലക്ക് പടച്ചവൻ ആവശ്യപ്പെടണം, മകനെ ബലിയർക്കണം. ഈ സന്ദർഭത്തിൽ രണ്ട് കാര്യങ്ങൾ. ഓരോന്നൊരു പിതാവിന്റെ മകനോടുള്ള സ്നേഹം, അതോടൊപ്പം തന്നെ മകനെ ജീവിക്കുവാനുള്ള ആഗ്രഹം. ഇത് രണ്ടും അവിടെ നമ്മൾ കാണുകയാണ്. പിതാവ് ഈ കാര്യം മകനെ അറിയിച്ചപ്പോ മകൻ പറഞ്ഞത് പടച്ചവന്റെ നിർദ്ദേശമാണോ എങ്കിൽ പിതാവേ എന്നെ നിങ്ങൾ ബലിയറുത്തുകൊള്ളുക, ഞാൻ ക്ഷമാശീലരിൽ പെടുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അങ്ങനെ പടച്ചവന്റെ കൽപ്പന നിർദ്ദേശം അനുസരിക്കുവാൻ തീരുമാനിക്കുന്ന പിതാവും മകനും. ആ പിതാവിന്റെയും മകന്റെയും സമർപ്പണത്തിൽ പടച്ചവൻ തൃപ്തിപ്പെടുകയും അത് വേണ്ട എന്നറിയിക്കുകയും പകരം നിങ്ങൾ ഒരു ബലിമൃഗത്തെ അറുക്കുകയാണ് വേണ്ടത് എന്ന് കൽപ്പിക്കുകയും ചെയ്തു എന്ന്. അപ്പൊ ആ ബലിമൃഗത്തെ അറുക്കുന്നത് ഈ സമർപ്പണത്തിന്റെ പ്രകടനമാണ്. ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ ഇഷ്ടപ്പെട്ട എന്തിനേയും പടച്ചവന്റെ തീരുമാനമുണ്ടെങ്കിൽ, അവന്റെ നിർദ്ദേശമുണ്ടെങ്കിൽ അവന് മുന്നിൽ അവന് വേണ്ടി സമർപ്പിക്കുവാൻ സന്നദ്ധമാണ് എന്ന ഒരു പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ ബലിയറുക്കുമ്പോൾ സംഭവിക്കുന്നത്. ആ ബലിമൃഗത്തിന്റെ മാംസം പാവപ്പെട്ടവന് ഭക്ഷണമായി തീരുകയും ചെയ്യുന്നു എന്നതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതല്ല, അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ഈ ബലിയറുക്കുന്നതിന്റെ മാനസികാവസ്ഥയാണ്. പടച്ചവൻ പറഞ്ഞാൽ അതനുസരിക്കാൻ ഞാൻ സന്നദ്ധമാണ്, പടച്ചവന് വേണ്ടി എന്തും സമർപ്പിക്കാൻ ഞാൻ സന്നദ്ധമാണ് എന്ന പ്രഖ്യാപനമാണ് അവിടെ നടക്കുന്നത് എന്നർത്ഥം. എന്റെ പേര് അബ്ദുൽ റഹ്മാൻ, തിരൂരിൽ നിന്നും വരുന്നു. എന്റെ ചോദ്യം വിധിവിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. എന്റെ ചോദ്യം ഇതാണ്: പ്രപഞ്ച സൃഷ്ടിപ്പിന് മുന്നേ തന്നെ ദൈവത്തിന് ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കുമെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ അവൻ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ എത്തുമെന്നും ദൈവത്തിന് അറിയാം. അങ്ങനെയെങ്കിൽ ഈ ലോകത്തെ ജീവിതത്തിന്റെ പ്രസക്തി എന്ത്? പിന്നെ ദൈവം ഖുർആനിൽ വ്യക്തമാക്കുന്നു, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല എന്നും വ്യക്തമാക്കുന്നു. പിന്നെ എനിക്ക് ഒരു ഉപചോദ്യം കൂടിയുണ്ട്. പ്രപഞ്ച സൃഷ്ടിപ്പിന് മുന്നേ തന്നെ
അള്ളാഹുവിന്റെ സിംഹാസനം വെള്ളത്തിന്മേലായിരുന്നു എന്ന്. അതിലേക്ക് ഇന്ന് വല്ല ശാസ്ത്രീയ സൂചനകളും ഉണ്ടോ? ചോദ്യം ഉപചോദ്യം ഒന്നിച്ചു പറയാൻ പാടില്ല. ചോദ്യം കഴിഞ്ഞിട്ടുള്ള ഉപചോദ്യം. ചോദ്യം ഒന്നാമത്തെ ചോദ്യം വിധിയായിട്ട് ബന്ധപ്പെട്ട വിധി അള്ളാഹു പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് തന്നെ തീരുമാനിച്ചു വെച്ചു. അതുകൊണ്ട് തന്നെ അത് പിന്നെന്തിനാ ഈ ഏർപ്പാടല്ലെന്നാണ് ചോദ്യം. പലതവണ മറുപടി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് യുവാവ് എന്നുള്ള നിലക്കാണ് ഞാൻ പറയുന്നത്. എന്താ വെച്ചാൽ നിച്ചിന്റെ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് യൂട്യൂബിലെല്ലാം ഈ വിഷയം തന്നെ ഒരുപാട് കൈകാര്യം ചെയ്ത് കേൾക്കാൻ കഴിയും. അപ്പോ എങ്കിലും വളരെ സംക്ഷിപ്തമായി ഞാൻ അതിന്റെ മറുപടി സൂചിപ്പിക്കാം. ഒന്ന്, പ്രപഞ്ച സൃഷ്ടിക്ക് മുൻപ് എന്ന് പറയുമ്പോൾ തന്നെ ശാസ്ത്രീയമായി കാലമില്ലാത്ത അവസ്ഥയാണ്. കാലം എന്നത് തുടങ്ങുന്നത് തന്നെ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതോടുകൂടിയാണ്. കാലം എന്ന് പറഞ്ഞാൽ ഇന്ന്, ഇന്നലെ, നാളെ എന്നതാണ് കാലം. കാലത്തിന്റെ മുന്നോട്ടുള്ള ഗമനം തുടങ്ങുന്നത് ഫിസിക്സിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ബിഗ് ബാങ്ങോട് കൂടിയാണ്, പ്രപഞ്ചത്തിന്റെ തുടക്കത്തോടു കൂടി. അപ്പോ പ്രപഞ്ച സൃഷ്ടിക്ക് മുൻപ് പടച്ചവൻ ഇതെല്ലാം അറിയാം എന്ന് പറഞ്ഞാൽ അത് തന്നെ കാലാതീതമായ പടച്ച തമ്പുരാന്റെ അറിവിനെയാണ് വ്യക്തമാക്കുന്നത്. പടച്ചവന്റെ അറിവ് കാലത്തിന് അതീതമാണ്. ആ അറിവിനെ നമ്മുടെ തലച്ചോറിൽ വെച്ച് അപഗ്രഥിക്കാൻ ശ്രമിക്കുന്നതാണ് എന്റെ സുഹൃത്ത് ഇവിടെ സൂചിപ്പിച്ച എല്ലാ സംശയങ്ങളുടെയും പ്രശ്നം. പടച്ചവന്റെ അറിവ് അത് നമ്മളുടെ അപഗ്രഥനത്തിന് വിധേയമല്ല. നമുക്ക് കഴിയാത്തൊരു കാര്യം. നമ്മുടെ അറിവ് എന്ന് പറയുന്നത് 3 കാലത്തിൽ അധിഷ്ഠിതമാണ്. ഇന്നലെ, ഇന്ന്, നാളെ എന്നുള്ളത് മനസ്സിലാക്കാൻ നമുക്ക് അറിവിനെ കുറിച്ച് തന്നെ മനസ്സിലാക്കാൻ കഴിയില്ല. പടച്ചവന്റെ അറിവ് എന്നത് കാലനിബദ്ധമല്ല. നമ്മുടെ അറിവ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു അല്ലെ? ഓരോ ദിവസം കഴിയുമ്പോൾ നമ്മൾ അറിവ് കൂടുന്നു. പടച്ചവന്റെ അറിവ് വർദ്ധിക്കുന്നില്ല, വർദ്ധമാനമല്ല, എന്നും പൂർണ്ണമാണ്. അങ്ങനെയുള്ള ഒരു അറിവിനെ നമ്മുടെ ഈ പരിമിതമായ തലച്ചോറിൽ വെച്ച് നമ്മൾ അളക്കാൻ ശ്രമിക്കുന്നതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഇത്തരം സംശയങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിങ്ങൾ ഖദറിന്റെ വിഷയത്തിൽ തർക്കിക്കാതിരിക്കുക. കാരണം നമ്മുടെ തലച്ചോറിന്റേതല്ലാത്ത വിഷയം നമ്മൾ തർക്കിച്ചിട്ട് കാര്യമില്ല. അവിടെ നമ്മുടെ തലച്ചോറിന്റേതല്ലാത്തൊരു ഫാക്കൽറ്റിയാണ് നമ്മൾ തർക്കിക്കുന്നത്. എന്തുകൊണ്ടാ? തലച്ചോറിന്റെ ഫാക്കൽറ്റി അല്ല എന്നുള്ളത് നിങ്ങൾ വെറുതെ കൊണ്ട് പറയാണോ? അല്ലെങ്കിൽ മതത്തിന്റെ ഒരു നിർബന്ധമായ കൽപ്പനയാണോ? അല്ല, അത് ഞാൻ പറയുന്നത് ശാസ്ത്രീയമായ കാര്യമാണ്. കാരണം പ്രപഞ്ചത്തെ കുറിച്ച് മാത്രമേ നമ്മുടെ തലച്ചോറിനെ ചിന്തിക്കാൻ കഴിയൂ. കുറച്ചുകൂടി വ്യക്തമായി ഫിസിക്സിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ടൈം സ്പേസ് കോണ്ടിന്യൂത്തിനകത്തെ കുറിച്ച് മാത്രമേ നമുക്ക് ചിന്തിക്കാൻ പറ്റൂ. സ്ഥലകാല നൈരന്തര്യത്തിനകം അഥവാ ഈ ചതുർമാന പ്രപഞ്ചമുണ്ട്. പ്രപഞ്ചത്തെ കുറിച്ചുള്ള സങ്കല്പം അതാണ്. ഈ ചതുർമാന പ്രപഞ്ചത്തിനകത്തെ കാര്യങ്ങളെ കുറിച്ചേ നമുക്ക് ചിന്തിക്കാൻ കഴിയൂ. പടച്ചോനോ ഈ പ്രപഞ്ചത്തിന് പുറത്തുള്ളവനാണ്, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ്. അവന്റെ അറിവ് കാലത്തിന് അതീതമാണ്. ആ അറിവിൽ എന്നോ ഉള്ളത് എന്ന് പറയുമ്പോ അത് അനുസരിച്ചല്ലേ ഇവിടെ സംഭവിക്കുന്നത് എന്നല്ല നമ്മൾ പറയുന്നത്. എന്തുകൊണ്ടാ? നമ്മുടെ അറിവുമായി അതിനെ താരതമ്യം ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പൊ നമ്മുടെ അറിവല്ല പടച്ചവന്റെ അറിവ് എന്ന് മനസ്സിലാക്കുക. 1. 2, നമുക്ക് നൽകപ്പെട്ട സ്വാതന്ത്ര്യം പടച്ച തമ്പുരാൻ വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നു. എന്റെ സുഹൃത്ത് സൂചിപ്പിച്ച ആയത്തിലും അതല്ലാത്ത ഒരുപാട് ആയത്തുകളിൽ നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യം അനുസരിച്ച് പ്രവർത്തിച്ചതിനാണ് നിങ്ങൾക്ക് പ്രതിഫലം നൽകുക. ആ പ്രതിഫലത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം. ഇത് ഖുർആനിലുടനീളമുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സ്വാതന്ത്ര്യം അള്ളാഹു അനുവദിച്ച് നൽകിയ സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യമാണ് നമ്മൾ ചോദ്യം ചെയ്യപ്പെടുക. ആ സ്വാതന്ത്ര്യം നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് പ്രതിഫലമായി സ്വർഗമുണ്ട്, തിന്മക്ക് വേണ്ടിയാണെങ്കിൽ പ്രതിഫലമായി നരകമുണ്ട്. മറ്റേത് അള്ളാഹുവിന്റെ അറിവാണ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത, നമ്മൾക്ക് അത് അപഗ്രഥിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ അത് അപഗ്രഥിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതാണ് അക്കാര്യത്തിൽ സൂചിപ്പിക്കാൻ. രണ്ടാമത്തേത് സിംഹാസനം വെള്ളത്തിലായിരുന്നു എന്നതാണ്. സിംഹാസനം തന്നെ അള്ളാഹുവിന്റെ അർശ് കുർസി എന്നെല്ലാം പറഞ്ഞാൽ തന്നെ നമ്മുടെ അപഗ്രഥനത്തിന് ഒരിക്കലും വിധേയമല്ലാത്തൊരു സംഭവമാണ്. പിന്നെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി എന്ന് പറഞ്ഞാൽ തന്നെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്ക് മുൻപ് എന്നാ പറഞ്ഞത്. പ്രപഞ്ചം ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു കാര്യം നമുക്ക് ചിന്തിക്കാനേ പറ്റുള്ളൂ. ആണിപ്പോ
പ്രപഞ്ചത്തിന്റെ ബിഗ് ബാങ് കഴിഞ്ഞിട്ട് ഒരു സെക്കൻഡിന്റെ ഒരു ലക്ഷത്തിൽ ഒരു അംശത്തിൽ എന്ത് സംഭവിച്ചു നമുക്ക് വേണമെങ്കിൽ കണക്കൂട്ടിയെടുക്കാൻ ശ്രമിക്കാം. അതാണ് ഇന്ന് അത്തരം ശാസ്ത്രജ്ഞന്മാർ ചെയ്യുന്നത്. നമുക്കറിയാവുന്ന ഈ ഈ LHC എല്ലാം ഉണ്ടല്ലോ, ഇപ്പൊ പുതിയതായിട്ടുള്ള ലാർജ് ഹാഡ്രോൺ കൊളൈഡറിലെല്ലാം വെച്ചിട്ട് അവർ ചെയ്യുന്നത് അതാണ്. പ്രപഞ്ച സൃഷ്ടിക്ക് കഴിഞ്ഞ് ഒരു സെക്കൻഡിന്റെ ഒരു ലക്ഷത്തിൽ ഒരു അംശത്തിൽ എന്ത് സംഭവിച്ചു, ഇല്ല പ്രപഞ്ച സൃഷ്ടിക്ക് മുൻപ് എന്ത് എന്ന് നമ്മളെ ചോദ്യം തന്നെയല്ല. ആ ചോദ്യം ചോദിക്കാൻ പാടില്ല ഫിസിക്സ് ശാസ്ത്രം. അപ്പൊ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്ക് മുൻപ് അള്ളാഹുവിന്റെ സിംഹാസനം, അത് ശാസ്ത്രം പറയണ്ടോ എന്ന് ചോദിച്ചാൽ തന്നെ അത് ശരിയല്ല. കാരണം ആ ശാസ്ത്രത്തിന് പറയാൻ കഴിയൂല. സയൻസിന്റെ ഒരു മേഖലയല്ല, സയൻസിന്റെ ലോകമല്ല അത് എന്ന് കൂടി മനസ്സിലാക്കുക. അന്നത്തെ വെള്ളമാണെങ്കിലും അത് അള്ളാഹ്ക്കറിയാം. ആ അള്ളാഹിന്റെ സിംഹാസനം എങ്ങനെയെന്ന് അള്ളാഹുവിന് അറിയാവുന്നത് പോലെ എന്ന് പറയാൻ മാത്രമേ നിർവാഹമുള്ളൂ. രതീഷ്, ഖുറാന്റെ വൈവിധ്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ഖുറാനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ള ഒരാളെന്ന് നിനക്ക് അടുത്ത ചോദ്യം ചോദിക്കുകയാണ്. ഖുറാനെ കുറിച്ചിട്ട് തന്നെ മാനവരാശിക്കുള്ള ഒരു വഴികാട്ടി ആയ ഗ്രന്ഥം എന്നതിലുപരി ഖുറാന്റെ വചനങ്ങൾക്ക് മറ്റെന്തെങ്കിലും രീതിയിലുള്ള ദൈവികമായ മാന്ത്രികമായ കഴിവുണ്ടോ എന്നുള്ളതാണ്. വ്യക്തമായി പറഞ്ഞാൽ ഖുറാന്റെ വചനങ്ങൾ മനുഷ്യനിർമ്മിതമായ ഭൗതിക വസ്തുക്കളിലേക്ക് ആലേഖനം ചെയ്യുകയോ ഉരുവിട്ടുകൊണ്ടോ ആ വസ്തുക്കൾ ഉപയോഗിച്ചാൽ ഉദ്ദിഷ്ടകാര്യ ലബ്ധി നടപ്പിലാവുക എന്നുള്ളതാണ്. ചികിത്സാ സംബന്ധമായ ആവശ്യങ്ങൾക്കും അതുപോലെ ഉള്ള സ്വാർത്ഥമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഖുറാന്റെ വചനങ്ങളെ ആ രീതിയിൽ മനുഷ്യനിർമ്മിതമായ ഭൗതിക വസ്തുക്കളിലേക്ക് ആലേഖനം ചെയ്തുകൊണ്ടോ ഉരുവിട്ടുകൊണ്ടോ അവ ഉപയോഗിക്കപ്പെടുമ്പോൾ അത്തരത്തിലുള്ള ഒരു സിദ്ധി പരിശുദ്ധ ഖുറാന്റെ വചനങ്ങൾക്കുണ്ടോ, അതിനെക്കുറിച്ച് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതൊന്ന് വിശദമാക്കി തരാൻ. രതീഷിന്റെ ചോദ്യം, പരിശുദ്ധ ഖുർആൻ അതിന്റെ മനുഷ്യരെ മാർഗദർശനം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരി, എന്നാൽ ഖുർആന്റെ വചനങ്ങൾക്ക് വല്ല ദിവ്യമായ അത്ഭുതകരമായ സവിശേഷതകളും ഉണ്ടോ എന്ന് ഒറ്റ വാക്കിൽ ഉണ്ട് എന്നാണ് ഉത്തരം. ഖുർആൻ എന്ന് പറഞ്ഞാൽ ദൈവം തമ്പുരാൻ നമ്മളോട് സംസാരിച്ചതാണ് ഖുർആന്റെ വചനങ്ങൾ. ആ വചനങ്ങൾ തീർച്ചയായും പടച്ചവന്റെ സംസാരം എന്നുള്ള നിലക്കുള്ള എല്ലാ പരിശുദ്ധിയും അതിനുള്ള ഒരുപാട് അനുഗ്രഹങ്ങളുമുണ്ട്. പക്ഷേ അത് എന്തിനൊക്കെ ഉപയോഗപ്പെടുത്താം, എന്തിനുപയോഗപ്പെടുത്തിക്കൂടാ എന്ന് നമുക്ക് പഠിപ്പിച്ചു തരേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതല്ലാതെ ഉള്ള രൂപത്തിൽ ഒരു മാന്ത്രിക സിദ്ധിക്ക് വേണ്ടിയോ അതല്ലാതെ വേറെ ഏതെങ്കിലും രൂപത്തിലുള്ള ഭൗതികമായ ഇഷ്ടകാര്യ ലബ്ധിക്ക് വേണ്ടിയോ ഇത് ഉപയോഗിക്കുക എന്നുള്ളത് പ്രവാചകൻ പഠിപ്പിച്ച മതത്തിനെതിരാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ചില കാര്യങ്ങൾ അത് പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് തന്നെ ഇപ്പോൾ